നമുക്കിന്നൊരു അടിപൊളി കിങ് ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമുക്ക് ആദ്യം കിങ് ഫിഷിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതിൽ ഉപ്പ്, നാരങ്ങ നീരൊക്കെ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതുകൊണ്ട് നമുക്ക് അതേ ഓയിലിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി അതുപോലെ തന്നെ സവാള ഇതെല്ലാം നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലോട്ട് കറിവേപ്പിലയും അതുപോലെ മസാലപ്പൊടിയിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടി, മുളക് പൊടി ഇതെല്ലാം ഞാൻ എൻ്റെ ആവശ്യാനുസരിച്ച് ചേർത്ത് കൊടുത്ത് നമ്മളെന്തോരം ഫിഷ് മേടിക്കുന്നോ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നല്ല രീതിയിലൊന്ന് വഴറ്റി കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു പിടി പുതിനയിലും മല്ലിയിലും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 സ്പൂൺ നമുക്ക് പുളിയിലത്തെ തൈരും കൂടെ ഒന്ന് ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കാം. അതിലോട്ട് തന്നെ നമുക്ക് ഒരു 1.5 തക്കാളിയും കൂടെ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് ചേർത്ത് നല്ല രീതിയിലൊന്ന് കുക്കായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പെരിഞ്ചീരകവും കശുവണ്ടി അരച്ച മിക്സും കൂടെ ചേർത്ത് ഗ്രേവി ആക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നപ്പോഴേക്കും അതിലോട്ട് നമ്മുടെ വറുത്ത് വെച്ച ആ മീനും ചേർത്ത് ഒരു 10 മിനിറ്റ് ഞാനൊന്ന് ചെറുതീയിൽ വെച്ചു. അതിനുശേഷം ഫ്രൈഡ് ഓണിയനും കൂടി ചേർത്തപ്പോൾ നമ്മുടെ ഫിഷ് മസാല റെഡിയായി. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം. അതിനായിട്ട് നമുക്ക് പാനിലേക്ക് നെയ്യ് ഒഴിക്കാം. അതിലേക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്ക, തക്കോലം, ഷാജീരകം, ബേ ലീഫ് എന്നിവയൊക്കെ ചേർത്തിട്ട് ഒന്ന് താളിച്ചെടുക്കാം. അതിനുശേഷം സവാളയും പുതിനയിലും മല്ലിയിലേക്ക് ഒന്ന് ചേർത്ത് നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു 2.5 ഗ്ലാസ് ബസുമതി അരിയാണ് ഞാൻ കഴുകി വാലാൻ വെച്ചതാണ്. കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് അത് ഞാനിട്ട് ഒരു 2.5 ഗ്ലാസ് അരിക്ക് ഒരു 4 ഗ്ലാസ് തിളച്ച വെള്ളവും കൂടി ചേർത്ത് അതിലേക്ക് ചെറുനാരങ്ങ നീരൊഴിച്ചു. അതുപോലെ പൈനാപ്പിൾ എസൻസ്, ഉപ്പ് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഞാനൊരു 10 മിനിറ്റ് നേരം മൂടി വെച്ച് അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ റൈസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ, ഈ റൈസ് ഒന്നും കൂടി സ്റ്റീം ചെയ്തെടുത്ത് എങ്ങനെയാണെന്നല്ലേ, അതായത് നമ്മുടെ ഫ്രൈഡ് ഓണിയനും കശുവണ്ടിയും മുന്തിരി നെയ്യും പുതിനയിലൊക്കെ ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ട് റൈസ് മാത്രം ഒന്ന് സ്റ്റീം ആക്കിയെടുത്ത് അപ്പം നമ്മുടെ ബിരിയാണി റൈസും റെഡിയായി. അപ്പം ഇങ്ങനെയാണ് ഞാൻ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത്. 2 സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ ഫിഷ് ബിരിയാണി റെഡി.